ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യമ്മി യമ്മി. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പുഡിംഗ് ആണ്. വളരെ ടേസ്റ്റി ആൻഡ് നല്ല ഭംഗിയുള്ളൊരു ബ്രെഡ് പുഡിംഗ് ആണ്. അതിനായി ഞാനൊരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മുടെ സൈഡൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ബ്രെഡിൻ്റെ എല്ലാ സൈഡും നമുക്ക് മുറിച്ചെടുക്കാം. ആ സൈഡ് നമുക്ക് വേണ്ട, നമ്മുടെ ആ മിഡിൽ പോർഷൻ മാത്രം മതി. അപ്പോൾ 4 സൈഡും ഞാനിങ്ങനെ വെട്ടി മാറ്റിയിട്ടുണ്ട്. 4 ബ്രെഡേ എടുത്തിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കതൊരു ജാറിലോട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. 4 ബ്രെഡും അതേപോലെ മുറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പം മുറിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 5 കപ്പോളം പാലാണ് ആഡ് ചെയ്യുന്നത്. അതും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അതൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം 4 ബ്രെഡിൻ്റെ സ്ലൈസസാണ് എടുത്തേക്കുന്നത്, 5 കപ്പ് പാലും. ഇനി ആഡ് ചെയ്യുന്നത് ഒരു 3/4 കപ്പോളം പഞ്ചസാരയാണ്. പിന്നെ പഞ്ചസാര നിങ്ങളുടെ ഷുഗറിൻ്റെ അളവനുസരിച്ച് കൂട്ടേ കുറയ്ക്കുക ചെയ്യാം. മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടാം. ഞാനിപ്പോൾ 3/4 കപ്പാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 20 ഗ്രാമോളം ജലാറ്റിൻ ഞാൻ വെള്ളത്തിലിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ജലാറ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈന ഗ്രാസ് യൂസ് ചെയ്യാം. അതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. നമുക്കിതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ജലാറ്റിനോ ചൈന ഗ്രാസോ യൂസ് ചെയ്യുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താൽ മതി. നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാനൊരു 4 ബൗൾ എടുത്തിട്ടുണ്ട്. അതിലും 4 കളറ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കളർ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഞാനിത്തിരി ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കളർ എടുത്തത്. ഇനി ഓരോ സ്പൂൺ വീതം ഞാൻ ആ ബാറ്ററിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ യെല്ലോയും റെഡും ബ്ലൂവും ഓറഞ്ചുമാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അത് ഒഴിച്ചാൽ മതി. അപ്പോൾ അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. റെഡ് കളറാണ്, റെഡ് എന്ന് പറഞ്ഞൊരു പിങ്കിഷ് കളറാണ്. പിന്നെ ഒരു യെല്ലോ എടുത്തിട്ടുണ്ട്, അതൊരു ലൈറ്റ് കളർ യെല്ലോ ആണ്. പിന്നെ ഓറഞ്ചാണ്, അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാ കളറും മിക്സ് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മിക്സർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാക്കി വെച്ചിരുന്ന ആ മിക്സർ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ നടുഭാഗത്തായിട്ട് മിഡിൽ പോർഷനിലായിട്ട് നമ്മൾ ആ കളർ മിക്സ് ചെയ്തിരിക്കുന്ന ആ മിക്സ്ചറും കൂടെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം ആ നടുഭാഗത്താണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, മിഡിൽ പോർഷനിൽ തന്നെ. അപ്പോൾ ബ്ലൂ ഒഴിച്ചു, ഇനി യെല്ലോ ഒഴിക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒഴിക്കാം, ഞാനിങ്ങനെ ഒഴിക്കുന്നതേ ഉള്ളൂ. ഇനി ഒഴിച്ചതിന് ശേഷം എല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ബാക്കി മുകളിൽ വന്ന ഡോട്ട്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ ഒരു ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുള്ളൂ. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം, സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ 2 മണിക്കൂറോളമാണ് അത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തത്. ഞാനൊരു പ്ലേറ്റിലോട്ടത് ഫ്ലിപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ 2 മണിക്കൂർ നമ്മൾ വെച്ച് സെറ്റാക്കി എടുത്തതാണ്. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് തട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. മുറിച്ച് കാണിച്ചു തരാം. ഒരു റെയിൻബോ പോലെ നല്ല കളർഫുള്ളാണ്, അതേപോലെ തന്നെ ടേസ്റ്റിയാണ്. വളരെ എളുപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.